വിശാലിന് വേണ്ടി കീർത്തിയെ പെണ്ണാലോചിക്കാൻ എന്നെ അയച്ചു. നടിയുടെ വിജയങ്ങൾക്കെല്ലാം കാരണം അയാൾ ലിംഗുസ്വാമി. സിനിമാ താരങ്ങൾക്കിടയിൽ പ്രണയം, വിവാഹം, ലിവിംഗ് റിലേഷൻഷിപ്പ്, വിവാഹമോചനം എന്നിവയെല്ലാം സർവ്വസാധാരണമാണ്. ഒട്ടുമിക്ക താരങ്ങളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് പങ്കാളിയായി ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതും. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കൂടുതൽ സൗകര്യപ്രദമാകും എന്നത് തന്നെയാണ് പ്രധാന കാരണം. മലയാളത്തിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന നായികമാരിൽ പലരും സിനിമയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തിയവരാണ്. അതിനാൽ തന്നെയാണ് അവിവാഹിതരായ താരങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കുന്നതും. സിനിമയിൽ വന്ന കാലം മുതൽ ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു നടി കീർത്തി സുരേഷ്. മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും സജീവമായപ്പോൾ ഗോസിപ്പുകൾ ഇരട്ടിയായി. എന്തിനേറെ തമിഴിലെ നമ്പർ 1 സംഗീത സംവിധായകരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാവുന്ന അനിരുദ്ധ് രവിചന്ദറുമായി നടി പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്ന് വരെയും പ്രചരിച്ചിരുന്നു. എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമായത് ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടിലുമായുള്ള തന്റെ പ്രണയം കീർത്തി പരസ്യപ്പെടുത്തിയതോടെയാണ്. വളരെ പെട്ടെന്നായിരുന്നു യുവനടിയിൽ നിന്നും താരമൂല്യമുള്ള തെന്നിന്ത്യൻ നടിയിലേക്കുള്ള കീർത്തിയുടെ വളർച്ച. ഇപ്പോഴിതാ കീർത്തി സുരേഷിനെ നടൻ വിശാലിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് പെണ്ണ് ആലോചിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിംഗുസ്വാമി. ആനന്ദം, റൺ, സണ്ടക്കോഴി, പയ്യ, വേട്ടൈ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാളികൾക്ക് പോലും സുപരിചിതനായ സംവിധായകനാണ് ലിംഗസ്വാമി. സണ്ടക്കോഴി 2 സിനിമയുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചപ്പോഴാണ് വിശാലിന് വേണ്ടി താൻ പെണ്ണ് ആലോചിച്ച് കീർത്തി സുരേഷിനെ സമീപിച്ച കഥ ലിംഗസ്വാമി വെളിപ്പെടുത്തിയത്. 2018 തിയേറ്ററുകളിലെത്തിയ സണ്ടക്കോഴി 2 കീർത്തി സുരേഷും വിശാലുമായിരുന്നു നായകനും നായികയും. കീർത്തി സുരേഷിനെ വിശാൽ വിവാഹം ചെയ്ത് കാണാൻ നടന്റെ പിതാവും നിർമ്മാതാവുമായ GK റെഡ്ഡി ആഗ്രഹിച്ചിരുന്നുവത്രേ. ഇതിനായി കീർത്തിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം തന്നെയാണ് സമീപിച്ചതെന്നാണ് ലിംഗസ്വാമി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. വിശാലിന് വേണ്ടി സംസാരിക്കാൻ കീർത്തിയുടെ അടുത്തു പോയപ്പോഴാണ് ആന്റണി തട്ടിലിനെ കുറിച്ച് താൻ ആദ്യം കേട്ടതെന്നും ലിംഗസ്വാമി പറയുന്നു. കീർത്തി സുരേഷിനെ മകൻ വിശാലിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വിശാലിന്റെ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അദ്ദേഹം സഹായം ചോദിച്ചത് എന്നോടാണ്. അങ്ങനെ ഞാൻ ഇക്കാര്യം സംസാരിക്കാനായി കീർത്തി സുരേഷിനെ സമീപിച്ചു. അപ്പോഴാണ് കീർത്തി താൻ സുഹൃത്ത് ആന്റണിയുമായി പ്രണയത്തിലാണെന്ന് എന്നോട് പറഞ്ഞത്. അവരുടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന വിവാഹത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അത് അതിശയകരമായിരുന്നു. കീർത്തിയുടെ വിജയത്തിന് കാരണം ആന്റണി തട്ടിലാണ് എന്നാണ് ലിംഗുസ്വാമി പറഞ്ഞത്. കീർത്തിയുടേത് 15 വർഷത്തോളം ആഴമുള്ള പ്രണയമാണ്. നടി പ്രണയകഥ വെളിപ്പെടുത്തിയപ്പോൾ ആരാധകരടക്കം എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. ഇത്ര പ്രശസ്തിയുള്ള താരമായിട്ടും കീർത്തി എങ്ങനെ പ്രണയം ഇത്രയും കാലം മീഡിയയിൽ നിന്നും മറച്ചു പിടിച്ചുവെന്നതിലാണ് എല്ലാവർക്കും അത്ഭുതം. 12ാം ക്ലാസ് മുതൽ ഇരുവരും പ്രണയിച്ചു തുടങ്ങിയിരുന്നു. മാതാപിതാക്കളുടെ സമ്മതത്തിന് വേണ്ടിയാണ് ഇരുവരും വർഷങ്ങളോളം കാത്തിരുന്നത്. ഒരു ഘട്ടം എത്തിയപ്പോൾ ഒളിച്ചോടേണ്ടി വരുമോ എന്ന് പോലും പേടിച്ചിരുന്നുവെന്ന് കീർത്തി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. 47-കാരനായ വിശാൽ ഇപ്പോഴും അവിവാഹിതനാണ്.